കർത്താവിന്റെ നാമത്തിൽ നഥാനേൽ മാമുദീസ മുത്തപ്പെടുന്നു. ആദ്യം തന്നെ റെസ്പോൺസിബിലിറ്റിനെക്കാളും മുന്നേ ഞങ്ങൾക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൊമെന്റിലാണ് ഈ ന്യൂസ് വന്ന് വീണത്. ഇവന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആൻഡ് സ്ട്രെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതും അതൊക്കെ പതുക്കെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് അത് ഒരു സൈഡ് മാത്രം, അതിനേക്കാളൊക്കെ വലിയ സന്തോഷമാണ് എന്റെ മുഖം കാണുമ്പോൾ തന്നെ, കുട്ടികൾ വളർന്നു വരുന്നത് കാണുമ്പോൾ തന്നെ. ആക്ച്വലി ഒക്ടോബറിലാണ് നമ്മൾ അറിയണത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാനപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കുര്യൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞാനിങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി കുര്യനെ കൊടുത്തു. അപ്പോൾ കുര്യൻ ഇങ്ങനെ ഓക്കെ ഞെട്ടി, എല്ലാവരും ഞെട്ടിയായിരുന്നു. പിന്നെ ഇവൻ വന്നപ്പോൾ എനിക്കറിയില്ല എന്താ പറയാന്നൊരു വലിയൊരു ചേഞ്ചായിരുന്നു. ഞാനാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് മതിയാവില്ല. ഇപ്പോഴത്തെ എൻ്റെ ഉറക്കം എന്ന് വെച്ചാൽ ഇവൻ തുടക്കത്തിലൊക്കെ എല്ലാ 2 hours എണീക്കും. ഇപ്പം ഞാൻ ആ ഒരു ഫ്ലോയിലായി. പിന്നെ കുര്യൻ പറഞ്ഞ പോലെ ഇവൻ്റെ ചിരി കാണുമ്പോൾ നമുക്കൊരു ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ്. പിള്ളേരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷെ ഇവന്റെ കരച്ചിൽ എനിക്ക് അങ്ങനൊരു സംസാരിക്കാൻ സമ്മതിക്കുമോ? ഇല്ലേ? ഇവന്റെ കരച്ചിൽ നമുക്ക് സന്തോഷമാണ് കാണുമ്പോ. Sometimes I get a little bit emotional when I see love unfold. Hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. കല്യാണം കഴിഞ്ഞ് 5 years കഴിഞ്ഞിട്ട് അവർക്ക് ബേബി ആവുന്നത്. അപ്പൊ അത് അറിഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം വീട്ടിൽ വെച്ചിട്ട് സർപ്രൈസ് ആയിട്ടാ ചേച്ചി പറഞ്ഞേ. അപ്പം ഭയങ്കര ഇമോഷൻ ഒരു ഔട്ട് ബേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാണാനുള്ള എക്സൈറ്റ്മെന്റും എടുത്ത് നടക്കാനുള്ള എക്സൈറ്റ്മെന്റും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി. അവൻ ഭയങ്കര മിടുക്കനായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിനെ പോലെ തന്നെ ഞാൻ നല്ല ഒച്ചായിരുന്നു, ഇപ്പോഴും നല്ല ഒച്ച. അതുപോലെ തന്നെ അവൻ ഭയങ്കര ഗുഡ് ബോയ് ആയിട്ട് കരയാനൊക്കെ ഇരുന്നു. We feel so honored to be your godparents. ആദ്യമായിട്ട് ഇത് അമ്മ പറഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ടെൻഷനായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കോഴ്സ് ലൈക്ക് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് അന്നേരം തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ ഡേറ്റ് അടുത്തടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. കൊച്ചു വരുന്നൊക്കെ അറിയുമ്പോഴേക്കും ആ സന്തോഷത്തിനേക്കാളും ഞാനിനി കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണം, ഞാൻ നല്ല പേപ്പറായിരിക്കണം, എനിക്കിനി ചെയ്യാനായിട്ട് കുറച്ചുകൂടി പുതിയ റോൾസ് വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ ടെൻഷൻസ് ആയിരുന്നു. അവൻ എപ്പോ തിരിഞ്ഞു നോക്കിയാലും പപ്പയും മമ്മിയും ഇച്ചിരി ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് എപ്പോഴും ഉണ്ടാവും. Pain in the weirdest places, broken souls with smiles. I would like to welcome everyone gathered here for the baptismal ceremony of our dear little cutie, Luke Nathaniel. Just look around and you see that people are scared to say how they really feel. Oh, we all need a little honesty. Yeah.
എന്നെ സംബന്ധിച്ച് ഇവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂത്ത മകനാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു പേരക്കുട്ടി എന്ന് പറയുന്നത് ഏതൊരു അമ്മയ്ക്കും സ്വന്തം മക്കളെക്കാൾ കൂടുതൽ നമ്മൾ പേരക്കുട്ടി, കാരണം നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പാരൻസ്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ മൂത്ത കുട്ടി എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കുറേ അറിവില്ലായ്മകളുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈമുണ്ട്. Look up, see the sun is shining. There's hope on a new horizon. ഏഞ്ചൽ എന്നെ സ്ട്രിപ്പ് കാണിക്കുകയായിരുന്നു, അമ്മ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ കുഞ്ഞിനെ ഒരു ക്രിസ്ത്യൻ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നന്മയുടെയും നന്ദിയുടെയും ഒക്കെ ഒരു നിമിഷം. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. ഒരു ഭയങ്കര വലിയ ഡ്രീമാണ് ഒരു പേരക്കുട്ടി ഓമനിക്കുക എന്നുള്ളത്. ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഐ കോണ്ട് എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. Don't have to prove yourself. Don't try. കാത്തുകാത്തിരിക്കുന്നു. അവർക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ തിരക്ക് കൂട്ടി വളരെ സന്തോഷമായിട്ടിരുന്നു ഈ ഒരു വാർത്ത അറിയാൻ വേണ്ടിയിട്ട്. Don't try to be someone else. ഞങ്ങളതില് എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ ചെക്കൻ ഒന്ന് വലുതായി വന്നിട്ട് നമുക്കൊന്ന് റൈഡൊക്കെ കിട്ടാൻ അതെ എല്ലാവിധ സപ്പോർട്ടും ഈ അച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ട് നമ്മുടെ ദൈവമായിട്ട്.